ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. യൂണിറ്റ് 4 വെൻ ഷേപ്സ് ജോയിൻ, രൂപങ്ങൾ ചേരുമ്പോൾ എന്ന 4ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രികോണവും ചതുരവും, ചതുരങ്ങളും ത്രികോണങ്ങളും ചേർത്ത് വെച്ച് അനുവും കൂട്ടുകാരും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. ഇതാണ് ആ രൂപങ്ങൾ. ആദ്യത്തെ ചിത്രം 3 ചതുരങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രമോ 2 ചതുരങ്ങള്. അടുത്ത ചിത്രം നോക്കൂ, 3 ചതുരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ 4 ചതുരങ്ങൾ ഉപയോഗിച്ചാണ് അടുത്ത ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ത്രികോണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചിത്രങ്ങൾ നോക്കൂ. വളരെ മനോഹരമായ ചിത്രങ്ങളാണ് അല്ലേ? നമുക്കും ഇതുപോലെ വരയ്ക്കാം. ത്രികോണങ്ങളും ചതുരങ്ങളും വേണമല്ലോ. അവ ഗണിത ലാബിൽ നിന്നെടുക്കാം. ചേർത്ത് വച്ച് വിവിധ രൂപങ്ങൾ വരയ്ക്കാമല്ലോ. ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്തു ഭംഗിയാക്കാം, പ്രദർശിപ്പിക്കാം. അപ്പൊ നിങ്ങളും ഇതുപോലെ ഭംഗിയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. Let us also draw like this. We need rectangles and triangles. We can take these shapes from the mathematics lab. We can use them to draw different shapes, give colors you like and exhibit them. അപ്പോൾ നിങ്ങൾ നിറം നൽകാൻ മറക്കരുത്. അടുത്ത ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രം 4 ത്രികോണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അടുത്ത ചിത്രം 4 ത്രികോണങ്ങൾ ഉപയോഗിച്ച്, അപ്പോൾ നടുവിലായിട്ട് നമുക്കൊരു ചതുരം കിട്ടുന്നുണ്ട് അല്ലേ? അടുത്ത ചിത്രം നോക്കൂ. 2 ത്രികോണങ്ങളും ഒരു ചതുരവും. അപ്പൊ നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് നോക്കണം. മൂലകൾ ചേർന്ന് നിന്നിട്ടുണ്ട്, രൂപത്തിന്റെ വാക്കുകൾ ചേർത്ത് നേരെ വരച്ചിട്ടുണ്ട്, ചേർത്ത് വെക്കുന്നതിന് ഒരു ക്രമം സ്വീകരിച്ചിട്ടുണ്ട്, ചിത്രം പൊതുവെ കാണാൻ ഭംഗിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കോർണേഴ്സ് ആർ ജോയിൻഡ്, എഡ്ജസ് ഓഫ് ദി ഫിഗേഴ്സ് ആർ ഡ്രോൺ സ്ട്രൈറ്റ്. There was a pattern in joining the shapes. The pictures drawn are beautiful. ഈർക്കൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ചുവടെ കൊടുത്തതുപോലെ ത്രികോണങ്ങളും ചതുരങ്ങളും ഉണ്ടാക്കൂ. അപ്പൊ നമ്മൾ ഈർക്കൽ കഷ്ണങ്ങൾ ഒരേ ഷേപ്പിലാണ് അല്ലെ, ഒരേ അളവിലാണ് നിങ്ങൾ ഈർക്കലുകൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപോലുള്ള ഷേപ്പുകൾ കിട്ടും അല്ലേ? 2 ഈർക്കല് ഒരളവും 3ാമത്തെ ഈർക്കല് മറ്റൊരളവുമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ രൂപങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഈർക്കൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ രൂപങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ ഭംഗിയായി ഒട്ടിച്ചു വയ്ക്കാമല്ലോ. ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണ്, ചതുരത്തിനോ 4 വശങ്ങള്. ഈർക്കൽ കഷ്ണങ്ങൾ ചേർത്തൊരു വീട് കണ്ടോ? വളരെ മനോഹരമായിരിക്കുന്നു. Paste the sticks neatly on a chart paper to make shapes. A triangle has 3 sides. How many sides does a rectangle have? 4. Can you see the house made with sticks? ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള വസ്തുക്കൾ എഴുതുക. ഇഷ്ടിക, തീപ്പെട്ടി, പെൻസിൽ ബോക്സ്, കാർഡ്ബോർഡ് പെട്ടി. ചതുരക്കട്ടയുടെ ഓരോ മുഖവും നോക്കൂ. എല്ലാം ചതുരങ്ങളാണല്ലോ. എത്ര മുഖങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6. 6 മുഖങ്ങളാണുള്ളത്. Rectangular blocks. Try to write names of the objects that are rectangular in shape. Brick, matchbox, pencil box, cardboard box. See the faces of the rectangular block. Aren't they all rectangles? How many faces do they have? 6. അടുത്ത ചിത്രങ്ങൾ വരയ്ക്കൂ. ഇവിടെ ആദ്യം ഒരു ചതുരം, അടുത്ത നമ്മൾ 2 ചതുരങ്ങൾ വരയ്ക്കും. അടുത്ത ചിത്രത്തിന് 3 ചതുരങ്ങൾ. ഇനി അടുത്ത ചിത്രം എങ്ങനെയായിരിക്കും? 4 ചതുരങ്ങൾ. അടുത്തത് നോക്കൂ, ത്രികോണം കൊണ്ടാണ് വരച്ചിട്ടുള്ളത്.
ആദ്യത്തേതിൽ ഒരു ത്രികോണം, നെക്സ്റ്റ് 2 ത്രികോണം, നെക്സ്റ്റ് 3 ത്രികോണം, നെക്സ്റ്റ് 4 ത്രികോണം. അപ്പോൾ ഇതുപോലുള്ളൊരു ചിത്രം കൂടെ നിങ്ങൾ ചേർത്ത് വരച്ച് നോക്കൂ. മൂന്നാമത്തെ ചിത്രം നോക്കൂ. ഒരു ചതുരം, രണ്ടാമത് 2 ചതുരങ്ങൾ, മൂന്നാമതായിട്ട് 3 ചതുരങ്ങൾ. അപ്പോൾ ഇനി നാലാമതായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ വരച്ചു ചേർക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്